മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ദേവസ്വം ബോർഡ്. ശബരിമലയിൽ 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല. മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി വെർച്വൽ ക്യൂ ബുക്കിംഗും പരിമിതപ്പെടുത്തി. ഭക്തജന തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം നിയന്ത്രിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം നിർത്തലാക്കും. 14-ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി 50,000-ആയും മകരവിളക്ക് ദിവസമായ 15-ന് 40,000-ആയും ചുരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ ദർശന സൗകര്യം ഒരുക്കാനാണ് നടപടിയെന്ന് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ജ്യോതിയും കൂടെ കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. നമ്മൾ എത്ര അവരെ അനൗൺസ് ചെയ്താലും അല്ലെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഒക്കെ തന്നെ അയ്യപ്പ ഭക്തന്മാർ ഇവിടെ അവർ പർണശാലകൾ കെട്ടി തമ്പടിക്കുന്ന ഒരു സമ്പ്രദായം, നമ്മുടെ ഒരു ആചാരപരമായ ഒരു സമ്പ്രദായം, അങ്ങനെയാണ് അത് നടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന അയ്യപ്പ ഭക്തന്മാരും ഈ ഓരോ ദിവസവും ഈ നമ്മളുടെ അളവ് ഇതിലേക്ക് കൂടെ വരുമ്പോൾ സന്നിധാനത്തിന് ഉൾക്കൊള്ളാവുന്നതിലധികം അയ്യപ്പൻ ഭക്തന്മാർ ഇവിടെ വരും. അത് ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പോലീസിൻ്റെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാനുള്ള ഒരു കാരണം. വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് പത്തനംതിട്ട SP ഇന്നലെ ദേവസ്വം ബോർഡിന് കത്തയച്ചിരുന്നു. മകരവിളക്കിന് മുൻപ് തന്നെ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർ ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാറാണ് പതിവ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഭക്തർ അയ്യപ്പ ദർശനത്തിനായി മല കയറിയാൽ അത് അയ്യപ്പ ഭക്തരുടെ സുരക്ഷയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. 14, 15 തീയതികളിൽ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കുണ്ടാകുമെന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്നേ ദിവസങ്ങളിൽ ശബരിമല ദർശനം ഒഴിവാക്കണമെന്നും ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. മകരവിളക്കിന് ശേഷമുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. അമൃത ന്യൂസ്, സന്നിധാനം.